ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാവുന്ന ഒരു കാഴ്ച തന്നെയാണ് സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകൾക്ക് അങ്ങനെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൊച്ചിയിലാകട്ടെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുന്ന ഒരു കാഴ്ച. കാരണം കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ തെക്കൻ ജില്ലകളിലേക്ക് എത്തിയ പോലും പലയിടത്തും സമാനമായ ഒരു അവസ്ഥ. വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആലപ്പുഴയിൽ മരം വീണ് യുവാവിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ്, കൊച്ചിയിൽ നിന്ന് രേഷ് ബാബു, ഒപ്പം കൊല്ലത്ത് നിന്ന് പ്രജിത് മോഹനൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക്. ശാലിനി, ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എപ്രകാരം? ഏതൊക്കെ ജില്ലകൾക്ക്? ഇനി തെക്കൻ ജില്ലകളിൽ ശക്തമായി തുടരുന്നു, കൊച്ചിയിലും കനത്ത മഴ. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്നിപ്പോൾ 6 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും ഉള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അപകട മരണങ്ങൾ, മഴക്കെടുതി മൂലമുണ്ടാകുന്ന മരണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത്. വെള്ളക്കെട്ടിൽ വീണുള്ള അപകടങ്ങൾ, ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ, മണ്ണിടിച്ചിൽ മൂലമുണ്ടാകാനുള്ള അപകടങ്ങൾ, ഇതിനൊക്കെ സാധ്യതകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രവചിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതീവ ജാഗ്രത തുടരാൻ നിർദ്ദേശം നൽകുന്നത്. തീരദേശ മേഖലകളിൽ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ നിന്ന് എത്രയും വേഗം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും മാറണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. 31-ാം തീയതിയോട് കൂടി കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ളതാണ് പ്രവചനം. സ്വാഭാവികമായും അതിന് മുന്നോടിയായിട്ടുള്ള കാറ്റ്, മഴ, ഇതൊക്കെ വളരെയധികം ദുരന്തങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയധികം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മഡഗാസ്കറിന് സമീപവും കന്യാകുമാരിക്ക് സമീപവുമായി കാലവർഷ കാറ്റ് കടന്നു പോവുകയാണ്. സ്വാഭാവികമായും ഒരു കാലവർഷം എത്രയും വേഗം തന്നെ കേരളത്തിലേക്ക് എത്താനുള്ള അനുകൂല സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. റൊമാൽ ചുഴലിക്കാറ്റ് കൂടി അതിനുള്ള സാഹചര്യം, അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും 3-ാം തീയതി മുതൽ 31-ന് കാലവർഷം എത്തുന്നു. 3-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുക്കോലയ്ക്ക് സമീപമുള്ള മേഖലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായി തന്നെ മഴക്കെടുതികൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിലും ഒപ്പം തന്നെ വർക്കല അടക്കമുള്ള മേഖലകളിലുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വർക്കല പാപനാശ മേഖലയിൽ കുന്നിടിഞ്ഞു വീണ് അപകടം ഉണ്ടായിട്ടുണ്ട്. പാപനാശം ബലി അർപ്പിക്കാൻ എത്തുന്ന മേഖലയിൽ അതിന് സമീപത്തായിട്ടാണ് ഈ കുന്നിടിഞ്ഞ് വീണിട്ടുള്ളത്. പക്ഷേ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് വീണ ചെറിയ തോതിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം നെയ്യാറ്റിൻകരയിൽ തന്നെ ഒരു വീട് ഇടിഞ്ഞു വീണ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും ആളപായം ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ നഗരഹൃദയങ്ങളിൽ പല മേഖലകളിലും രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്നുണ്ട്. വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. വീടുകൾക്കുള്ളിലേക്കും വീടുകളിലേക്ക് പുറത്തേക്കും ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി തലസ്ഥാന ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ മഴക്കാലം തുടരുകയാണെങ്കിൽ തലസ്ഥാന ജില്ല ഒരുപക്ഷെ ഒരു മിന്നൽ പ്രളയത്തിന് സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിന് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടി തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ വേനൽ മഴ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ തലസ്ഥാന ജില്ലയുടെ ഹൃദയഭാഗങ്ങൾ, നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് അത് രൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വെള്ളക്കെട്ട് മാത്രമല്ല, വീടുകളിൽ വെള്ളം കയറിയും ഒക്കെയുള്ള അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം, ഒരു മരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ചൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കൃത്യമായി ഓട നവീകരണം ഉൾപ്പെടെ നടത്താത്തത് തന്നെയാണ് ഈ അപകടങ്ങൾക്കും ഒപ്പം തന്നെ വെള്ളക്കെട്ടിനും കാരണമെന്നുള്ളതാണ് പ്രാദേശികമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തലസ്ഥാന ജില്ലയിൽ പാളിയിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത തുടരണമെന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ 15-ാം തീയതിക്ക് ശേഷമാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തലസ്ഥാന ജില്ലയിൽ പല മേഖലകളിലും ആരംഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴ ആരംഭിച്ചതിന് ശേഷം ആരംഭിച്ചതിലുള്ള വിമർശനങ്ങൾ പൊതുവെ ഉയരുന്നുണ്ട്. എന്തായാലും വെള്ളക്കെട്ടിന് രൂക്ഷമാകാനുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തി തന്നെ ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം കൂടി നൽകുകയാണ്. സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിലും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്നുണ്ട്. ചാല അടക്കമുള്ള കമ്പോള മേഖലയിലും വെള്ളക്കെട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം വലിയ രീതിയിലുള്ള ദുരന്തം വിതയ്ക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന
കർശന നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ഒപ്പം തന്നെ അതിരൂക്ഷമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വരും ദിവസങ്ങളിലും മണിക്കൂറിലും തെക്കൻ കേരളത്തിൽ പ്രവചിച്ചിട്ടുള്ളത്. അനു, തീർച്ചയായും സ്ക്രീനിന് വലതുവശത്ത് കാണുന്നത് കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അതിലേക്ക് പോവാം. ശാലിനി, ശരി, തലസ്ഥാനത്തെ കാഴ്ചകളാണ് ശാലിനി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവിലേക്ക് കൂടിയാണ് നമ്മൾ എത്തുന്നത്. രേഷ്മ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായി പെയ്ത ശക്തമായ മഴയിൽ കൊച്ചി വീണ്ടും വെള്ളക്കെട്ടിലായി, വെള്ളത്തിനടിയിലാവുന്ന ഒരു കാഴ്ച. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണോ? രീതിയിലുള്ള വെള്ളക്കെട്ട് കൊച്ചിയിലെമ്പാടും നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുമുണ്ട്. കനത്ത മഴ ഏകദേശം രാവിലെ 8:30 മുതൽ കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു. നിലവിൽ മഴ തോർന്നു നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഈ വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി, ഈ പാലാരിവട്ടം ആ ഭാഗത്താണ്, പാലാരിവട്ടം മാമംഗലം ഭാഗത്താണ്. ഇവിടെ മിക്ക വീടുകളിലും, അതായത് ഈ റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിലെ മലിനജലം തന്നെയാണ് ഈ വീടുകളിലേക്കൊക്കെ തന്നെ കയറുന്നത്. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ പ്രദേശവാസികൾക്ക് എമ്പാടുമുണ്ട്. നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷക്കെടുതി തുടങ്ങുന്നതിന് മുന്നേ മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും ആരംഭിച്ചിരുന്നില്ല. അത് തന്നെയാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. വീടുകളിലൊക്കെ തന്നെ വെള്ളം, മലിനജലം കയറുന്ന ഒരു സാഹചര്യം. ഇപ്പം ഈ ഒരു സാഹചര്യം, അതായത് മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ, അല്ലെ? അതെ, ഒരു മഴ പെയ്താൽ മതി. ഒറ്റ മഴ പെയ്യുമ്പോൾ തന്നെ അന്നേരം വെള്ളം കയറും. ഈ അടുത്തുള്ള പ്രദേശത്തെ വേസ്റ്റ് മുഴുവൻ വന്ന് നമ്മുടെ ഇങ്ങോട്ട് അടിഞ്ഞു കയറും. നമ്മുടെ ഇവിടെ ഒരു ഇച്ചിരി താഴ്ന്ന പ്രദേശം, പഴയ വീടുവാ. അപ്പം ഒരു ശക്തിക്ക് ഒരു അരമണിക്കൂർ നിന്ന് പെയ്താൽ അപ്പോഴേ വെള്ളം അകത്തോട്ട് കയറും. ഇതിപ്പം നമുക്ക് ശരിക്കും അകത്തും വെള്ളം കയറി, കഥക് അടച്ചിട്ടൊക്കെ എന്നാലും അഴുക്കും എല്ലാം കയറിയിട്ടുണ്ട് അകത്തോട്ടും. വ്യക്തമായ ഒരു പരിഹാരമുണ്ട് ഇതിന്. ഇവിടെ നിന്ന് പോണ കാന ബൈപ്പാസ് ചെന്നിട്ട് അവിടെ നിന്ന് ചെറിയ പൈപ്പ് എന്ന് പറഞ്ഞാൽ ടണൽ വഴിയാണ് അപ്പുറത്തേക്ക് പോണത്. ഈ ടണൽ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിരിക്കുന്നതാണ്. ഇത് മുഴുവൻ ബ്ലോക്കാണ്. ഒരു മനുഷ്യ സാധ്യമല്ല അത് ക്ലീൻ ചെയ്യാനായിട്ട്. അതിന് പകരം ഈ ടണൽ മാറ്റിയിട്ട് ഈ വലിയ കാന ബൈപ്പാസ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം. ഈ വെള്ളം മുഴുവൻ അപ്പുറത്തേക്ക് പോകും. ഈ പ്രശ്നം കലൂര് മുതലുള്ള വെള്ളം വേണമെങ്കിൽ അതിലേക്ക് പോയിക്കോളും. പക്ഷേ ഞാനൊരു 2 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കണതാണ്. ഒരു ബലം ഇതിന് കിട്ടിയിട്ടില്ല. മോദിക്ക് മുതൽ ഇമെയിൽ അയച്ചിട്ടുള്ളതാണ് ഞാൻ. മോദിക്ക് മുതൽ ഇതിൻ്റെ കാരണം പറഞ്ഞ് അയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഏത് പിന്നെ മാലിന്യങ്ങൾ കടന്നുള്ള വെള്ളമാണ്. ഈ സെപ്റ്റി ടാങ്കും അതും ഒക്കെ നിറഞ്ഞല്ലേ ഇങ്ങോട്ട് പോരുന്നത്. നമുക്ക് ഇവിടെ ചവിട്ടി നിൽക്കാനേ സാധിക്കില്ല. അത്രയും അണുക്കളുണ്ട് ഈ വെള്ളത്തിൽ. വളരെ കഷ്ടമാണ് നമ്മളുടെ ജീവിതം. അനു, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഏകദേശം എല്ലാ തവണയും മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിരം വെള്ളം കയറുന്ന 15ഓളം സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഹോട്ട്സ്പോട്ടുകളാണ്. കാനകളടക്കം ശുദ്ധീകരിക്കണം എന്നുള്ളത് നേരത്തെ കോടതി പോലും നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതിൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാനകൾ ശുചീകരിക്കാത്തത് കൊണ്ട് തന്നെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മുല്ലശ്ശേരി കനാലടക്കം അവിടുത്തെ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് MG റോഡ് അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. മാത്രമല്ല ഈ ഗതാഗത കുരുക്കും കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. കാരണം വെള്ളക്കെട്ട് രൂക്ഷമായത് മൂലം വിവിധയിടങ്ങളിൽ ഗതാഗത സ്തംഭനം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആലുവ എടക്കാളി റോഡടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തടക്കം ഇത് ഇട റോഡാണ്. മെയിൻ റോഡിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. ഈ മഴ തോർന്നു കഴിഞ്ഞാലും വെള്ളം ഇറങ്ങാനായിട്ട് കുറച്ച് സാവകാശം എടുക്കും. പ്രത്യേകിച്ച് ഇടറോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇടറോഡുകൾ എന്ന് പറയുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ അടക്കമുള്ള ഭാഗങ്ങളും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗം താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം ഒലിച്ച് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. ഇത് മാത്രമല്ല, ഇതിന് താഴെയുള്ള ഓടകളിൽ ഒന്നും തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. അതും ഈ വെള്ളം ഒഴുകി പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് മലയോര മേഖലയിൽ അടക്കം വലിയ രീതിയിലുള്ള അപകടാവസ്ഥ അല്ലെങ്കിൽ ഒരു ദുരന്ത സമാനമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. മലയോര മേഖലയിൽ നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിലും മണ്ണിടിച്ചിൽ മൂലമുണ്ടായിട്ടുള്ള ദുരിതം അവിടുത്തെ ജനതയും അനുഭവിക്കുന്നുണ്ട്. നഗരപ്രദേശത്തും ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഇൻഫോ പാർക്ക് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ്. കനത്ത മഴയിൽ ഇൻഫോ പാർക്കിൽ പലയിടങ്ങളിൽ കമ്പനികളിലടക്കം വെള്ളം കയറിയ സാഹചര്യമുണ്ട്. എന്തായാലും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് അതീവ രൂക്ഷമായിട്ട് തുടരുന്നുണ്ട്. ഗതാഗത
ഗതാഗത സ്തംഭനം ഉണ്ടായിട്ടുണ്ട്. ഇടക്കാളി റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. മഴ തോർന്നു നിൽക്കുന്നുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ ശക്തമായിട്ട് തുടരുന്നുണ്ട്. എന്തായാലും 8:30 മുതൽ ആരംഭിച്ചുള്ള മഴയ്ക്ക് ഒരു താൽക്കാലിക ശമനം മാത്രമാണുള്ളത്. പക്ഷെ വെള്ളക്കെട്ടിൽ ഒരു ശമനം അല്ലെങ്കിൽ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അനു, തീർച്ചയായും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രേഷ്മ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആദ്യം വന്ന വാർത്ത ഈ കാക്കനാട് ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടാണ്. കാരണം വാഹനങ്ങൾ കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ അവിടെ. രൂക്ഷമായൊരു വെള്ളക്കെട്ട് എല്ലാ മഴയിലും അവിടെ അനുഭവപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ആലുവ ഇടക്കാളി റോഡൊപ്പം സഹോദരൻ അയ്യപ്പൻ റോഡ് തുടങ്ങിയ ഇടങ്ങളിലും ഈ ഇൻഫോ പാർക്കിലേക്കുള്ള റോഡിലെ ഗതാഗത കുരുക്ക് ഈ വാഹനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ കുടുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടാണ്. അവിടുത്തെ അവസ്ഥ അറിയാൻ കഴിയുന്നുണ്ടോ രേഷ്മ? കാരണം രേഷ്മ ഇപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളിയിലാണെന്ന് അറിയാം. എങ്കിലും അനു, ഇൻഫോ പാർക്കിൽ രാവിലെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലുള്ള ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടറോഡുകളിൽ നിന്നുള്ള ഗതാഗത കുരുക്കും അഴിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നഗരപ്രദേശങ്ങളിലും ഒക്കെ തന്നെ ആ ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ അവിടെ ആ ഒരു മുട്ടോളം വെള്ളം ഇപ്പോഴും ഉണ്ട്. നമുക്ക് നിൽക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം. ഇൻഫോ പാർക്ക് ഏരിയയിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. സഹോദരൻ അയ്യപ്പൻ റോഡാണെങ്കിലും ആലുവ ഇടക്കാളി റോഡാണെങ്കിലും വെള്ളക്കെട്ട് അതീവ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ പ്രദേശങ്ങളിൽ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാവുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വീടുകളിലും കടകളിലും വെള്ളം കയറുന്നു എന്നുള്ളതാണ്. 2 നില വീടുകൾ ഉള്ളവർ മുകളിലത്തെ നിലയിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ ഹോസ്റ്റലുകൾ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വന്ന് താമസിക്കുന്നവരാണ് ഏറെയും, ജോലിക്കായിട്ട് മറ്റും വന്നവർ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴുകി പോകാത്തതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് നിലകൊള്ളുന്നത്. റോഡുകളിൽ അടക്കം ബ്ലോക്ക് നേരിടുന്ന ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ കൊച്ചിയിൽ ഒരു മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും മൂടപ്പെട്ട ഒരു കാലാവസ്ഥയാണ്. റോഡുകളൊക്കെ തന്നെ, ഇടറോഡുകളും മെയിൻ റോഡുകളും ഒക്കെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ തന്നെയാണ്. ആ വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ഓടകൾ അടക്കം അടഞ്ഞ് കിടക്കുന്നുണ്ട്. എന്തായാലും ഈ നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണം. എന്തായാലും ഈ മഴ തോർന്നു കഴിഞ്ഞാൽ ഇതിനൊരു ശമനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കാലവർഷം കൂടി എത്തുമ്പോഴേക്കും സ്ഥിതി ദുസ്സഹമാകും. അനു, തീർച്ചയായും രേഷ്മ അത് തന്നെയാണ് ഭയക്കുന്നതും. കാരണം നാളെയോടുകൂടി കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് പ്രവചനം. അങ്ങനെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് കാണുമ്പോൾ ഇനിയൊരു മഴ കനക്കുവാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയുന്നതല്ല. ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, രാവിലെ മുതൽ തന്നെ ഈ തോട്ടപ്പള്ളിയിലെ പൊഴി മുറിച്ച് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. കാരണം കുട്ടനാട്ടിലെ പ്രളയ ജലം അത് ഒഴുക്കി വിടേണ്ടത് അത്യാവശ്യമാണ്. അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? നിഷയിലേക്ക് മടങ്ങിയെത്താം. ശാലിനി തുടരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, ഈ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നഗരത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. എന്തായാലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരിതം, ഈ മഴക്കാലം അത് വേനൽ മഴയുടെ രൂപത്തിലും ഇനി കാലവർഷത്തിൻ്റെ രൂപത്തിലുമൊക്കെ വരുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഈ ജൂൺ 15 ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുകയാണല്ലോ. അതിനിടയിൽ ഈ നിർമ്മാണം എങ്ങനെ പൂർത്തിയാക്കാൻ എന്നതാണ് സംശയം. അനു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മാർച്ച് 24-ാം തീയതി സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഈ സ്മാർട്ട് റോഡുകളുടെയൊക്കെ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു ആദ്യം അവർ വ്യക്തമാക്കിയിരുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് അത് മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് 24 കഴിഞ്ഞിട്ട് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് മേയർക്കെതിരെയും ഒപ്പം തന്നെ നഗരസഭയ്ക്കെതിരെയും ഉയർന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായ ഒരു യോഗം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ജൂൺ 15 മുൻപ് സ്മാർട്ട് റോഡുകളുടെ, അതായത് 10 റോഡുകളുടെ നിർമ്മാണമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ആ 10 റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും. ഈ വെള്ളക്കെട്ടുകൾ അടക്കം പരിഹരിക്കും. ഓട നിർമ്മാണം അതിന്റെ കൂടെ സമാന്തരമായി പൂർത്തീകരിക്കുമെന്ന് അവകാശപ്പെടുന്നത്. ഇനിയിപ്പോൾ കാലവർഷമാണ് അനു സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ചയോട് കൂടി കാലവർഷം എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനുള്ള അനുകൂല സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും ഇനിയൊരു മഴക്കാലമാണ്. വരുന്ന ആഴ്ചകൾ, ദിവസങ്ങളൊക്കെ മഴയുടേതാണ്. അപ്പോൾ സ്വാഭാവികമായും തലസ്ഥാന ജില്ലയിൽ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ കൂറ്റൻ വെള്ളക്കെട്ടുകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ മഴയാണ് ഇനി പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നിലവിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഉച്ചയോടുകൂടി അലർട്ടുകളിൽ മാറ്റം വരാനുള്ള സാഹചര്യം കൂടിയുണ്ട്.
കാലവർഷം കൂടി എത്തുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ വീണ്ടും നിലയ്ക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും ഈ ജൂൺ 15-ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നൽകാനാകുമോ എന്നുള്ളൊരു ചോദ്യം അത് ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ്. ഏകദേശം 5-ലധികം സ്കൂളുകൾ തുടർച്ചയായിട്ടുള്ള വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമാന്തരമായിട്ടുള്ള റോഡ്, ഒപ്പം തന്നെ ഹോളി ഏഞ്ചൽസിന് സമാന്തരമായിട്ടുള്ള സ്കൂൾ, സ്പെൻസർ ജംഗ്ഷൻ, അങ്ങനെ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലെ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സാഹചര്യം, അവിടെയൊക്കെ അഗാധമായ കുഴികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അപകടങ്ങൾ തുടർക്കഥയാകുന്ന അല്ലെങ്കിൽ അപകടക്കെടികൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളായി ഈ മേഖലകൾ മാറുന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഈ മഴക്കാലത്ത് കണ്ടു തന്നെ അറിയേണ്ട ഒരു സാഹചര്യമാണ്. അവിടെയും മൗനം തുടരുന്ന നഗരസഭയും മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാര്യമായ പരിഗണന നൽകാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ അടിയന്തരമായി തീർക്കേണ്ട മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും വിമർശനം നഗരസഭയ്ക്കെതിരെ ഉയരുന്നതും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, മഴക്കാലം വരാൻ പോവുകയാണ്. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം വേനൽ മഴ അത്രയധികം കടുത്ത് പെയ്തില്ല എങ്കിൽ പോലും ആ വേനൽ മഴ സമയത്ത് തന്നെ നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൊച്ചിക്ക് സമാന്തരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന ജില്ല ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ കാലവർഷം വരുമ്പോൾ അധികത്തിലധികം ഒരു പക്ഷേ സാഹചര്യങ്ങൾ മാറാനുള്ള കാഴ്ചകൾ കൂടിയായിരിക്കും ചിലപ്പോൾ തലസ്ഥാന ജില്ലയിൽ നിന്ന് നമ്മൾ കാണാൻ പോവുക എന്നുള്ളതാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മണക്കാടിനപ്പുറം മുക്കോലയ്ക്കൽ മേഖലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമായിരുന്നു. ഇന്നും അതേപോലെയാണ്. കാരണം ഇന്ന് രാവിലെ എത്തി പലരും ഓടയൊക്കെ തുറന്നു വിട്ടതിന് ശേഷം ഇപ്പോൾ വെള്ളത്തിൽ ഒരു ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും വെള്ളക്കെട്ട് മുൻപുള്ള മഴകളിലൊക്കെ തലസ്ഥാനത്ത് ഒരു പക്ഷേ 1-2 പ്രദേശം അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന പ്രദേശത്ത് മാത്രമായിരുന്നു ഇപ്രകാരം ഒരു വെള്ളക്കെട്ട് എങ്കിൽ ഇപ്പോൾ അത് സർവത്രയായി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് ആണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് വീണ്ടും രേഷ്മയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ കൊച്ചിയെ സംബന്ധിച്ച് കാലാകാലങ്ങളായി ഒരു ചെറിയ മഴ വന്നാൽ പോലും ആകെ മുങ്ങുന്ന ഒരു നഗരം എന്നുള്ള വിശേഷണം പ്രത്യേകമായി ചാർത്തി കൊടുക്കുന്ന ഒരു ഇടം കൂടിയാണ്. രേഷ്മ, പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലെ ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളക്കെട്ടിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടതിങ്ങിയ വീടുകളും അല്ലെങ്കിൽ കടകളടക്കം ഇടതിങ്ങി നിർമ്മിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എല്ലായിടങ്ങളിലും വെള്ളക്കെട്ട് എല്ലാ തവണയും കാലവർഷം വന്നാലും ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ കാനകളും ഓടകളും അത് കൃത്യമായിട്ട് ശുചീകരിക്കുന്നില്ല. ഈ മുല്ലശ്ശേരി കനാലിൽ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുന്നതാണ് മിക്കയിടങ്ങളിലും. അതായത് കൊച്ചിയിലെ ഈ ഇടപ്പള്ളി അടക്കമുള്ള പാലാരിവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരം എല്ലാ വർഷങ്ങളിലും എല്ലാ കാലത്തും വെള്ളം കയറാനുള്ള കാരണം നേരത്തെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വെള്ളക്കെട്ട് വിഷയത്തിൽ കർശനമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് കൂടി ഒരു കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഹോട്ട്സ്പോട്ടുകൾ, അതായത് കാനകൾ അടക്കമുള്ള ഹോട്ട്സ്പോട്ടുകൾ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ കൃത്യമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തുകയും വിലയിരുത്തലുകൾ നടത്തുകയും വേണമെന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പക്ഷേ ഈ മഴ ആരംഭിക്കുന്നതിന് മുന്നേ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. മഴ ആരംഭിച്ചു കഴിഞ്ഞിട്ട് മാത്രമാണ് ഇവർ ഈ വെള്ളക്കെട്ടിന് പരിഹാരം എന്നുള്ള രീതിയിൽ ഓടകൾ ഒരു പരിധിവരെയെങ്കിലും വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും കാലവർഷം അല്ലെങ്കിൽ വേനൽക്കാല മഴയെത്തും. വീണ്ടും മാലിന്യം നിറഞ്ഞുള്ള ജലം ഈ വീടുകളിലേക്കും കടകളിലേക്കും കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നാളുകളായിട്ട് ഇത് തന്നെയാണ് കൊച്ചി നിവാസികൾ നേരിടുന്ന ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ. എല്ലാ വർഷവും അവർക്ക് ഈ വെള്ളം വീടുകളിലേക്ക് കയറുന്നതും ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആ കഴിയുന്ന സമയത്ത് ഈ വീടുകളൊക്കെ തന്നെ ക്ലീൻ ചെയ്യണം. അതും ഇവരെ സംബന്ധിച്ച് വലിയൊരു ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കടകളിലാണെങ്കിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ വെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു. അത് ഇട റോഡുകളിലും മെയിൻ റോഡുകളിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് നാളുകളായിട്ട് ഈ വെള്ളക്കെട്ട് പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനോ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാത്തതാണ് നിരന്തരം കാലവർഷം എത്തുമ്പോഴേക്കും വേനൽമഴ എത്തുമ്പോഴേക്കും ഈ ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തടക്കം വലിയ രീതിയിൽ വെള്ളം ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറുന്ന ഒരവസ്ഥ, വെള്ളം പൊങ്ങുന്ന ഒരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ രേഷ്മ ഈ തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് നൽകി തുടങ്ങിയപ്പോൾ ഉള്ളത് അതിനേക്കാളും ഇരട്ടി വേഗത്തിലാണ് ഇത്തവണ വെള്ളം കൂടുന്നത് എന്ന് നമുക്ക് കാണാം. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിൽ കൂടിയും അത് തന്നെയാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം.